കേരള ഡിസേബിലിറ്റി ഫെസ്റ്റിവൽ നടക്കുന്ന കോഴിക്കോട് ബീച്ചിൽ വന്നാൽ ഒരു മരത്തിലെ ചില്ലകളിൽ നിറയെ സിറിഞ്ചും മരുന്നുകുപ്പികളും നിങ്ങൾക്ക് കാണാം. ഈ സിറിഞ്ചുകൾക്കും മരുന്നുകുപ്പികൾക്കും ഒരു കഥ പറയാനുണ്ട്. നോക്കാം അതെന്താണെന്ന്. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ വേദിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഭിന്നശേഷിക്കാരുടെയും അതിജീവനത്തിന്റെ കഥയും അവർ അനുഭവിക്കുന്ന വേദനകളും നമുക്ക് മനസ്സിലാകും. അത്തരത്തിലൊരു വേദനയുടെ കഥ പറയാനുണ്ട് ഈ മരത്തിന്. തന്റെ മകൾ അനുഭവിച്ചു തീർത്ത വേദനയുടെ പ്രതീകമായാണ് കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിലെ മരത്തിൽ യൂസഫ് ചങ്ങരോത്ത് എന്ന പിതാവ് മരുന്നുകുപ്പികൾ കൊണ്ട് അലങ്കരിച്ചത്. വർഷങ്ങളായി മകൾ ഷദ യൂസഫ് അവസ്മാര രോഗ ചികിത്സക്കായി കുടിച്ചു തീർത്ത മരുന്നുകുപ്പികളും ഉപയോഗിച്ച സിറിഞ്ചുകളുമാണ് മരത്തിൽ പല വർണ്ണത്തിൽ കെട്ടിത്തൂക്കിയത്. അവളിപ്പോൾ 6 തരം മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതിൽ 2 തരം മരുന്നിൻ്റെ കുപ്പികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അവളെ സംബന്ധിച്ചൊരു ജനിതക ഡിസബിലിറ്റിയാണ്. ഇങ്ങനെ ജനിതക ഡിസബിലിറ്റിയുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരൊരു റയർ ഡിസീസിൽ വിഭാഗത്തിലും കൂടി പെടുന്നവർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രൊഫഷണൽസിനടക്കം അവരെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി നന്ദി സ്വദേശിയാണ് ഷദ യൂസഫ്. ദിവസേനയുള്ള ചികിത്സക്കും യാത്രാക്കൂലിക്കുമായി വലിയൊരു തുക ഇവർക്ക് ആവശ്യമാണ്. റെഡ് സിൻഡ്രോം എന്ന അപൂർവ രോഗബാധിതയാണ് ഷദ. അപൂർവ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ വർഷങ്ങളായി യൂസഫ് നടത്തുന്നുണ്ട്. തന്റെ മകളെ പോലെ ലക്ഷക്കണക്കിന് പേർ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നും അവർ നേരിടുന്ന പ്രതിസന്ധികൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയുമാണ് ഷദയുടെ പിതാവ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.